ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അവസാന അധ്യായമായ 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. അവിടെ ആദ്യ ഭാഗത്തെ ധനികരോടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളാണ്, അഥവാ മുന്നറിയിപ്പാണ്. കഠിനഹൃദയരായ ധനികർ വരുവാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർക്കണം. അയോഗ്യമായി അവർക്ക് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കരഞ്ഞ് വിലപിക്കണം. കാരണം ഇന്ന് വിശിഷ്ടമായി എന്ന് നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായി ഭവിക്കും. 2 കാര്യങ്ങൾ മനസ്സലിവില്ലാത്ത ധനികർക്കെതിരെ നിലവിളിക്കുമെന്നിവിടെ പറയുന്നു. ഒന്ന്, കറപിടിച്ച സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിനും പരസഹായത്തിനും ഉപയോഗിക്കാത്ത ധനം. അതാണ് കറപിടിച്ച സ്വർണവും വെള്ളിയും. 2, പാവപ്പെട്ട വേലക്കാർക്ക് വേണ്ടതുപോലെ കൊടുക്കാത്ത കൂലി, അഥവാ സാധുജന ചൂഷണം. ഇവ രണ്ടും നിസ്സാര കുറ്റങ്ങളല്ല. അത് സിൻ ഓഫ് ഒമീഷൻ എന്ന് പറയും, അഥവാ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്ന പാപമാണത്. അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് പറയുന്നു. അത് നിങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കും. നിങ്ങൾക്കായി തന്നെ അവസാന നാളിലേക്ക് തീ കൂട്ടി വെക്കുന്നതിന് തുല്യമാണത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ 430 വർഷക്കാലം അവർ അടിമത്തത്തിലായിരുന്നു. അന്ന് മിസ്രയീമ്യർ അവരെ കൊണ്ട് കഠിന വേല ചെയ്യിക്കുകയും അവർക്ക് കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്തു. ദൈവം നീതിമാനാണ്. അവരുടെ തലമുറകൾക്ക് അത് ലഭിക്കത്തക്കവണ്ണം ഇസ്രായേൽ ജനം അവിടെ നിന്ന് പോരുമ്പോൾ മിസ്രയീമ്യരോട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കാരണം അവരുടെ പിതാക്കന്മാരും അവരും ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുവാനുള്ള ക്രമീകരണമാണ് ദൈവം അവിടെ ചെയ്തു കൊടുത്തത്. പിടിച്ചു വയ്ക്കുന്നത് പലിശ സഹിതം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് പറയുന്നു. പീഡിതരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തും. നമുക്കറിയാം, ഹാബേലിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ ആ മിസ്രൈമിലെ പീഡിപ്പിക്കപ്പെട്ട ജനതയുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുന്നു. അത് എൻ്റെ സന്നിധിയിലെത്തി എന്നാണല്ലോ ദൈവം മോശയോട് പറഞ്ഞത്, അവരെ വിടുവിക്കുവാൻ പറഞ്ഞയക്കുമ്പോൾ. ഇവിടെ പണക്കാരാൽ ചൂഷിതരായ പണിക്കാരുടെ നിലവിളിയാണ്. പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ആ വഞ്ചനയുടെ പണം കൊണ്ട് തടിച്ചു കൊടുക്കുന്നവർ ന്യായവിധി ദിവസത്തേക്കായി അവർ തങ്ങളെ തന്നെ കൊഴിപ്പിക്കുന്നവരാണ്. 6-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു, നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അത് നമ്മുടെ കർത്താവിനെ ആണ് ഇവിടെ യാക്കോബ് ശ്ലീഹ ഉദ്ദേശിക്കുന്നത്. അന്നത്തെ കാലത്ത് ഹന്നാനും കയ്യാപ്പ മുതലായ ആളുകൾ വലിയ ധനികരായിരുന്നു. അവരാണ് യേശുക്രിസ്തുവിനെ അവരുടെ ധനം ഉപയോഗിച്ച് ആളുകളെ വശീകരിച്ച് യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇനി 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ക്രൈസ്തവരുടെ ചില ചുമതലകളെക്കുറിച്ചാണ് പറയുക. അത് കർത്താവിൻ്റെ ആഗമനം ക്ഷമയോടെ കാത്തിരിക്കണം. അതിന് പറയുന്ന ഉദാഹരണം, കർഷകൻ വിത്ത് വിതച്ച് വിളവിനായി കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ആഗമനം എപ്പോഴായാലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കണം. കാരണം ദൈവത്തിൻ്റെ നാളിൽ ദൈവം നിശ്ചയിക്കുന്ന സമയത്താണ് ദൈവികമായ പദ്ധതി. മാനുഷികമായ ആ കലണ്ടറുകൾക്കും കണക്കുകൾക്കും വിധേയനല്ല ദൈവം.
അവൻ അതിന് അതീതനാണ്. രണ്ടാമത് പറയുന്നു, ആത്മീകമായ ആ ചര്യകളാലും പ്രാർത്ഥനയാലും ഹൃദയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സുസ്ഥിരമാക്കണം, ചഞ്ചലപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കണം. പിന്നെ പരസ്പരമുള്ള കുറ്റാരോപണവും കലഹവും നിങ്ങളിലുണ്ടാവരുത്. അത് ഒരു നിസ്സാര കാര്യമല്ല. അത് നിമിത്തം നിങ്ങൾ കുറ്റം വിധിക്കപ്പെടും. പിന്നീട് പറയുന്നു, ലോകത്തിൽ കഷ്ടതയുണ്ടാകും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ദീർഘക്ഷമയോടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് പഴയ നിയമകാലത്തൊക്കെ പ്രവാചകന്മാരെ മാതൃകയായി കാണണം. അതിന് അദ്ദേഹം ഇയ്യോബിൻ്റെ ഉപമ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതം. പുതിയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പേര് ആദ്യമായി എടുത്തു പറയുന്നത് യാക്കോബ് ശ്ലീഹായാണ്. അദ്ദേഹത്തിനുണ്ടായ അതികഠിനമായ ദുരന്തങ്ങൾ, അവസാനം ദൈവത്തിൽ നിന്ന് ലഭിച്ച മഹത്തായ പ്രതിഫലങ്ങൾ ഇവിടെ യാക്കോബ് ശ്ലീഹ അനുസ്മരിക്കുകയാണ്. പിന്നീട് പറയുന്നത്, യഹൂദന്മാർ ഏതു കാര്യത്തിനും ആണയിടുക ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. യഥാർത്ഥം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തു വന്നത്. എന്നാൽ ക്രൈസ്തവൻ ആ രീതി അല്പവും അനുകരിക്കരുതെന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞതാണ്. നിങ്ങളൊന്നിനെ കൊണ്ടും ആണയിടരുത്, സ്വർഗത്തെ കൊണ്ടരുത്, ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം, നിങ്ങളുടെ തലയെ കൊണ്ടരുത്, നിങ്ങളുടെ മുടി കറുപ്പിക്കാനും വെളുപ്പിക്കാനും നിങ്ങളെ സാധിക്കുന്നില്ലല്ലോ. നീ ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നുവെന്ന് ഗിരിപ്രഭാഷണ കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കുക. അത് യാക്കോബ് ശ്ലീഹ ഒരിക്കൽ കൂടി ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നു, കഷ്ടത, പ്രതികൂല്യം അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. ദൈവം നൽകുന്ന സന്തോഷത്തിനായി ദൈവത്തിന് സ്തോത്രം നമ്മൾ അർപ്പിക്കുകയും വേണം. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ വലിയ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് തൈലാഭിഷേകം എന്ന ശുശ്രൂഷ ഈ ഭാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസിയായ ഒരുവന് രോഗം ബാധിക്കുന്നുവെങ്കിൽ അവൻ എന്തു ചെയ്യണം? അവൻ സഭയിലെ കാശീശന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ അവൻ വിളിക്കണം. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെ അവൻ വിളിക്കണം. അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവർ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ തൈലം പൂശട്ടെ. എന്ന് പറഞ്ഞാൽ തൈലാഭിഷേകമെന്ന ആ ശുശ്രൂഷ അത് അവരുടെ പാപമോചനത്തിന് കാരണമായി തീരും. പല ആളുകളും തൈലാഭിഷേക ശുശ്രൂഷ ചെയ്യുവാൻ വളരെ ഭയപ്പെടുന്നവരാണ്. തൈലാഭിഷേക ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും, അത് മരിക്കാനുള്ള ലൈസൻസ് അല്ല. പാപമെന്ന രോഗത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയാണത്. പാപമെന്ന രോഗത്തിൻ്റെ സൈഡ് എഫക്റ്റായിട്ടാണ് പലപ്പോഴും നമുക്ക് ശാരീരികമായ രോഗങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന രോഗികൾക്ക് വലിയ ആശ്വാസവും വലിയ സമാധാനവും ലഭിക്കും. അത്രമാത്രം ശക്തമായ പ്രാർത്ഥനയാണത്. അത് ഏറ്റവും അവസാനം മരിക്കാൻ നേരം നൽകേണ്ടതല്ല. അതിനു മുൻപ് തന്നെ രോഗം ഉള്ളപ്പോൾ തന്നെ സുബോധത്തോടുകൂടി പുരോഹിതന്മാരെ വിളിച്ച് ആ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നതാണ് ഏറ്റവും അനുഗ്രഹകരം. അതിപ്പോൾ നമ്മുടെ പാപം മോചിക്കാൻ കാരണമാകും. പിന്നെ ഇവിടെ പറയുന്നു, അന്യോന്യം കുറ്റങ്ങൾ ഏറ്റുപറയണം, പ്രാർത്ഥിക്കണം. എന്തെന്നാൽ പ്രാർത്ഥനയുടെ ശക്തി ഇവിടെ വലുതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്യോന്യം
പാപം ഏറ്റുപറയാൻ ആണ് പല ട്രാൻസ്ലേഷൻസും ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പാപമല്ല, ഫോൾട്ടാണ്, അഥവാ പരസ്പരം ചെയ്ത തെറ്റുകളാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് വേർഷൻ, കിങ് ജെയിംസ് വേർഷൻ, സ്കോഫീൽഡ് ബൈബിളിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു, ഫോൾട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരസ്പരം ആർക്കും പാപം മോചിക്കാനാവില്ല. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനും അത് ക്ഷമിക്കാനും നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ പാപമല്ല, പരസ്പരം ആയ തെറ്റുകൾ. ഞാൻ എൻ്റെ സഹോദരനെതിരായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വിളിച്ച് അവനോട് ഞാൻ ക്ഷമ പറയണം. അപ്പോൾ എനിക്ക് വലിയ സൗഖ്യദായകമായ ഒരു അവസ്ഥയിലേക്ക്, ആന്തരികമായ ഒരു സൗഖ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ രോഗിയെ തൈലം കൊണ്ട് പൂശണമെന്ന് പറയുന്നു. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് സ്ത്രീഹന്മാർ അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഇത് പല നൂതന സഭകളും ഈ തൈലം പൂശിനെ ഇത് പരിഹസിക്കാറുണ്ട്. ഇത് കർത്താവിൻ്റെ കാലത്ത് സ്ത്രീഹന്മാർ ചെയ്തതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവർ തൈലാഭിഷേകം നടത്തി അനേക രോഗികളെ സൗഖ്യമാക്കിയതായി നമ്മൾ വായിക്കുന്നു. സ്ത്രീഹന്മാർ ഇവിടെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗസൗഖ്യം നൽകും. 2, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. 3, അവൻ പാപമേറ്റു പറഞ്ഞാൽ അവന് പാപമോചനം അവന് ലഭിക്കും. ഇനിയും നീതിമാന്റെ പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. ഉദാഹരണം, മോശ, ഏലിയ, ഏലീശ, വിശുദ്ധ പൗലോസ് മുതലായവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും പ്രാർത്ഥനയുടെ ശക്തി എന്താണ്. നമ്മുടെ കർത്താവും സന്ധ്യയായപ്പോൾ പടകിനെ പറഞ്ഞുവിട്ട്, സ്ത്രീഹന്മാരെ പറഞ്ഞുവിട്ട് അവൻ തനിയെ മലയിലേക്ക് പോയെന്ന് നമ്മൾ വായിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നടത്തിയതായ പ്രാർത്ഥനയായിരുന്നു. പിന്നീട് ജനങ്ങൾക്ക് മേൽ അവരെ പഠിപ്പിക്കുവാനും അവരെ ഉപദേശിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും യേശുവിന് ലഭിച്ച, മനുഷ്യനെന്ന രീതിയിൽ യേശുവിന് ലഭിച്ചതായ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുക. ഇനി 19-20 വാക്യങ്ങൾ ദുർമാർഗത്തിൽ നിന്ന്, വിശ്വാസത്യാഗത്തിൽ നിന്ന് ഒരു വ്യക്തിയെ നമ്മൾ തിരികെ കൊണ്ടുവരുവാനുള്ള ആഗ്രഹവും പരിശ്രമവും എവർക്കും ഉണ്ടാകണമെന്നാണ്. അതൊരു വലിയ കാര്യമാണ്. അപ്രകാരം പ്രവർത്തിക്കുന്നവർക്കുള്ള മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു. അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുന്നു. അത് മുഖാന്തരം അവനെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ലഭിക്കുന്നതായ ചില അനുഭവങ്ങളുണ്ട്. നമ്മുടെ പ്രാണനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നു. ദൈവം അതിനുള്ള കരുണ നമുക്ക് നൽകും. 2, പാപങ്ങളുടെ ബഹുലതയെ ദൈവം മായ്ച്ചു കളയും. അപ്രകാരം ചെയ്യണമെങ്കിൽ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം നമുക്കുണ്ടാകണം. അവൻ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അവനെ ഉപദേശിക്കാനുള്ള മാതൃക നമുക്കുണ്ടാകണം. കൂടാതെ പ്രാർത്ഥനയോടുകൂടിയുള്ള നിരന്തരമായ പ്രവർത്തനം വേണം. എഗസ്കേൽ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കണം. ഇവിടെ യഹോവയായ ദൈവം എഗസ്കേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രാ, നിന്നെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ദുഷ്ടൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൽ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം നീ അവനെ ഓർപ്പിക്കുകയോ അവനെ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവൻ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്നാണ്. അപ്പോൾ നമുക്കൊരു വലിയ കൂട്ടുത്തരവാദിത്വം ഈ ഭൂമിയിലുണ്ട്. ഞാൻ മാത്രം അങ്ങ് രക്ഷിക്കപ്പെടുകയല്ല. ഞാനുമായി ബന്ധപ്പെട്ട് അറിയുന്ന, കാണുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം പ്രവാചകൻ പറഞ്ഞ് ഞാൻ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്നാണ്. ഞാനും നിങ്ങളുമൊക്കെ ആ പ്രവാചക ദൗത്യമുള്ള കാവൽക്കാരാണ്. കാരണം യേശുവിൻ്റെ രാജകീയ
പുരോഹിത പ്രവാചക ദൗത്യത്തിലൂടെ നമ്മളെ സംയോജിപ്പിച്ചവരാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതല്ല, നാം ആയിരിക്കുന്ന സമൂഹത്തെ കൂടി രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ കണ്ടുമുട്ടുന്നതായ ജനങ്ങളും സ്നേഹിക്കുന്ന ജനങ്ങളെയൊക്കെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക്, ശരിയായ വഴിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത ആ തെറ്റിന് നമ്മളോടാണ് ദൈവം പകരം ചോദിക്കുക. പിന്നെ അതിൻ്റെ 18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നീ ഉപദേശിച്ചിട്ടും അവനത് അനുസരിക്കുന്നില്ല എങ്കിൽ പാപത്തിൽ മരിക്കും, നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചു എന്നാണ്. നമ്മുടെ ദൗത്യം നമ്മളവിടെ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ ആരെങ്കിലും അവനത് വീണ്ടും ആവർത്തിക്കുന്നെങ്കിൽ അതിന് നമ്മൾ കാരണക്കാരല്ല. ഈ ഒരു വലിയ ദൗത്യം കർത്താവ് നമ്മെ, യഹോവയായ ദൈവം പഴയ നിയമത്തിലും ഇവിടെ പുതിയ നിയമത്തിലും ഒക്കെ നമ്മളെ ഫലമേൽപ്പിക്കുന്നുണ്ട്. ആ കൂട്ടുത്തരവാദിത്വ ബോധത്തോട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ പുസ്തകം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഇവിടെ അവസാനിക്കുന്നു. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശം, പ്രവർത്തനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നതെല്ലാം. അത് ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഫലമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്രകാരം പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ അർത്ഥ സഹോദരനായ ഈ യാക്കോബിൻ്റെ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.